മധ്യപ്രദേശിൽ കോടികൾ മുടക്കി നിർമ്മിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത വിമാനത്താവള ടെർമിനൽ നിലംപൊത്തിയത് കഴിഞ്ഞ ജൂണിലാണ്. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിൽ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ച സംഭവത്തിന് പിന്നാലെയായിരുന്നു മധ്യപ്രദേശിലും സമാന അപകടമുണ്ടായത്. സംഭവം വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു. മോദി ഉദ്ഘാടനം ചെയ്ത് പിറ്റേന്നു തന്നെ ബുദേൽഖണ്ഡ് ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞത് വലിയ വാർത്തയായിട്ട് അധികം നാളായിട്ടില്ല. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത കൂറ്റൻ ശിവജി പ്രതിമ തകർന്നു വീണുവെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 35 അടി പൊക്കമുണ്ടായിരുന്ന പ്രതിമയാണ് ഉടലൊന്നാകെ നിലംപതിച്ചത്. സിന്ധുദുർഗിലെ മാൽവനിലുള്ള രാജ്കോട്ട് കോട്ടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. കോടികൾ ചെലവിട്ട് മഹാരാഷ്ട്ര സർക്കാർ നിർമ്മിച്ച ശിവജി പ്രതിമയാണ് പൂർണ്ണമായും തകർന്നു വീണത്. കഴിഞ്ഞ വർഷം ഡിസംബർ 4-ന് നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ശിവജി പ്രതിമയുടെ അനാച്ഛാദനം നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. വൻ പ്രചാരണങ്ങളോടെയും ആഘോഷങ്ങളോടെയുമായിരുന്നു രാജ്കോട്ടിൽ ചടങ്ങ് നടന്നത്. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഇതാണ് പ്രതിമ തകരാനിടയാക്കിയതെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ വൃത്തങ്ങളും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മഹാരാഷ്ട്ര പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പുതിയ സംഭവത്തിനു പിന്നാലെ വൻ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. അപകടത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ശരത് പവാർ NCP സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ ജയന്ത് പാട്ടീൽ വിമർശിച്ചു. സർക്കാർ പ്രതിമയെ കൃത്യമായി പരിപാലിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തില്ല. നിർമ്മാണത്തിന്റെ നിലവാരം സർക്കാർ ഒട്ടും ഗൗനിച്ചിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെച്ച് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധ മുഴുവനെന്നും പാട്ടീൽ കുറ്റപ്പെടുത്തി. പ്രതിമയുടെ നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് ഉദ്ധവ് ശിവസേന MLA വൈഭവ് നായിക് ആരോപിച്ചു. പ്രതിമ തകർന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. അതേസമയം എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെന്ന് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രിയും ഷിൻഡെ സേനാ നേതാവുമായ ദീപക് കേസർകർ പ്രതികരിച്ചു. മന്ത്രി രവീന്ദ്ര ചവാൻ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. രാജ്കോട്ട് കോട്ട നിർമ്മിക്കാൻ വേണ്ടി ശിവജി രാജാവ് ചെയ്ത സേവനങ്ങൾക്കായുള്ള ആദരമായാണ് പ്രധാനമന്ത്രി മോദി അനാച്ഛാദനം ചെയ്ത പ്രതിമ നിർമ്മിച്ചത്. ഇതേ സ്ഥലത്ത് പുതിയ പ്രതിമ നിർമ്മിക്കും. പുതിയ സംഭവത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ദീപക് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂണിലാണ് ജബൽപൂരിലെ ദുംന വിമാനത്താവളത്തിൽ 450 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനലിന്റെ മേൽക്കൂര നിലംപതിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ മാർച്ചിലും. ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മഴയിൽ തന്നെ മേൽക്കൂര നിലംപൊത്തുകയുമായിരുന്നു. വിമാനത്താവളത്തിന്റെ പേരുമാറ്റി 16-ാം നൂറ്റാണ്ടിലെ ഗോണ്ട്വാന രാജ്ഞിയായിരുന്ന റാണി ദുർഗാവതിയുടെ പേര് നൽകുമെന്ന് അടുത്തിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.